ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫോട്ടോ 3Dയിലേക്ക് മാറ്റാം. ഫേസ്ബുക്കിൽ എങ്ങനെ 3Dയിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. അങ്ങനെ ആദ്യം വേണ്ടത് ഈ ഫോട്ടോ ഒന്ന് ഒരു ഫോൾഡറിലേക്ക്, തൽക്കാലം ഞാനിവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഫോൾഡറിലേക്ക് കോപ്പി ചെയ്തിട്ടാണ് അടുത്ത ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കലാണ്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയതിനു ശേഷം ഇതിലേക്ക് ആ ഫോട്ടോ ഇമേജ് ഓപ്പൺ ചെയ്യാം. അതിന് നമ്മൾ വേണ്ടത് ഫയൽ, നോർമൽ ബേസിലാണെങ്കിൽ ഫയലിൽ പോവുക, ഓപ്പൺ കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് ഫോൾഡറിലാണ്, ഡൗൺലോഡ് ഫോൾഡറിൽ ഈ ഫോട്ടോ ഓപ്പൺ ചെയ്യുന്നു. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇവിടെ കണ്ടോ, ഡൗൺലോഡ് ഇതിലുണ്ട്. ഇതിപ്പോൾ നമ്മൾ 3 ലെയറോ 4 ലെയറോ ഇഷ്ടമുള്ള ലെയറിലേക്ക് മാറ്റാം. ആദ്യം ചെയ്യേണ്ട ഈ മുന്നേ നിൽക്കുന്ന ആ ഫോട്ടോത്തിന്, ഇതിപ്പോൾ ഈ ഏരിയ ആണ് ഏറ്റവും മുമ്പിട്ട് നിൽക്കുന്നത്. നമുക്ക് ഇത് മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് എടുക്കാം. അതിന് നമ്മൾ എടുക്കേണ്ടത് ഈ പെൻ ടൂൾ. ഇതാണ് പെൻ ടൂൾ. ഇതുണ്ടാവും. P അല്ലെങ്കിൽ കീബോർഡിലുള്ള P ക്ലിക്ക് ചെയ്താലും മതി. പെൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ മുന്നിലത്തെ ഭാഗം മാത്രം സെലക്ട് ചെയ്തെടുക്കുക. ഈ ഭാഗം അങ്ങനെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം മൗസിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മേക്ക് സെലക്ഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് സെലക്ട് ആയി. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇതിൽ താഴെ ന്യൂ ലെയർ, ഇതാണ് ക്രിയേറ്റ് എ ന്യൂ ലെയർ. അതിനുള്ള ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഗ്രേ കളർ കൊടുക്കണം. ഗ്രേ കളർ കൊടുക്കാൻ സാധാരണ പെയിന്റ് ബക്കറ്റ് ടൂൾ ഇവിടെ ഉണ്ട്. ഇതാണ്. ഒന്നുകിൽ കീബോർഡിൽ G അടിച്ചു കഴിഞ്ഞാൽ ഇത് വരും, അതല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഗ്രേ കളർ സെലക്ട് ചെയ്യുക. ഈ ഒരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ഗ്രേ കളറായി. ഇവിടെ നോക്കണം, പുതിയ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഈ കളർ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നതിന് ശേഷം ഈ സെലക്ഷൻ ഒഴിവാക്കുക. അതിൽ ഒന്നുകിൽ കീബോർഡിൽ Ctrl D അടിച്ചാലും മതി, അതല്ല എങ്കിൽ മുകളിൽ സെലക്ഷനിൽ പോയിട്ട് ഡിസെലക്ട്. അപ്പം അതുപോലെ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ ഇതിൽ രണ്ടാമത്തെ ഭാഗം, ഇതിൻ്റെ തൊട്ട് പുറകിലായി നിൽക്കുന്ന ലെയർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ സെലക്ഷൻ. അതിന് ആദ്യം സെലക്ട് ചെയ്യേണ്ട ടൂള് നമ്മൾ നേരത്തെ എടുത്ത പോലെ പെൻ ടൂള്. ഇതാണ് ഈ ടൂള് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് സെലക്ട് ചെയ്യുന്നു. ഇതുപോലെ സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. മേക്ക് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, സെലക്ട് ആയി. ഇനി വീണ്ടും നമ്മൾ നേരത്തെ പോയ ഒരു ന്യൂ ലെയർ, ഇതാണ്. ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പെയിന്റ് ബക്കറ്റ് ടൂളിൽ പോകുന്നു. നേരത്തെ ഈ കളറാണ് സെലക്ട് ചെയ്ത്, അപ്പോൾ അതിൽ കുറച്ച് ഡാർക്ക് ആക്കിയിട്ട് എടുക്കുക. അത് വേണ്ട ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ലെയർ വന്നു. ഈ സെലക്ഷൻ ഒഴിവാക്കാം, ഡിസെലക്ട്. അതൊഴിവാക്കി ഇതിൽ ഈ ലെയർ അടിയിലാണ് വേണ്ടത്. ഈ ഫ്രണ്ടിൽ വരുന്ന ലെയർ മുകളിലായിട്ട് വരണം. ഇത് തൊട്ട് വലിച്ച് താഴെ ഇട്ടാലും മതി. അടുത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതിനുകൊണ്ട് ഈ സെലക്ഷൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവാം. ഇനി ഈ ഒരു ഭാഗം, ഇങ്ങനെ തന്നെയുള്ള ഈ ഒരു ഭാഗം നമുക്ക് വേറൊരു ലെയറാക്കി മാറ്റാം. അതിന് നേരത്തെ പോയ പോലെ പെൻ ടൂൾ എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. ഇതിങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. ഇവിടെ കറക്റ്റ് ആവണമെന്നില്ല. വീണ്ടും ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ മേക്ക് സെലക്ഷൻ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ സെലക്ട് ആയി. അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പെയിന്റ് ബക്കറ്റ് ടൂൾ എടുക്കുന്നു.
നേരത്തെ പോയ പോലെ കുറച്ചുകൂടെ ഡാർക്കാക്കിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും വന്നു. ഈ സെലക്ഷൻ ഒഴിവാക്കണം, ഡിസെലക്ട്. അത് ഒഴിവാക്കി അടുത്ത ആകാശമാണ്. ഇത് വേറൊരു ലെയറാക്കി മാറ്റാം. അത് നമ്മൾ വീണ്ടും ഈ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ലെയർ എടുക്കുന്നു. ഇത് ലാസ്റ്റ് ഏറ്റവും ബാക്കാണല്ലോ, അതിൽ ഈ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പെയിൻറ്റ് ബക്കറ്റ് ടൂളിൽ കുറച്ചുകൂടെ ഡാർക്കായതിനു ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് വരും. നമ്മൾ ഇത് സേവ് ചെയ്യുക. നേരത്തെ ഫോട്ടോ ഓപ്പൺ ആക്കിയ ആ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഫയലിൽ പോകുന്നു, സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഫോൾഡർ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പേരിൻ്റെ ലാസ്റ്റ് പേര് മാറ്റാതെ തന്നെ ഈ അണ്ടർസ്കോർ വരയിട്ടതിന് ശേഷം ഡെപ്ത്, DEPTH ഡെപ്ത് എന്ന് കൂടി കൊടുത്ത് താഴെ ഫോൾഡറിൽ JPEGയിലേക്ക് മാറ്റുക. ഒന്നുകിൽ JPEG അല്ലെങ്കിൽ PNG, ഈ രണ്ട് ഫോർമാറ്റിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. JPEGയിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഞാനിവിടെ സേവ് ചെയ്യാണ്. സേവ്. ഓക്കെ, അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിൽ ഈ രണ്ട് ഫോട്ടോ സേവ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുക. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.